നമസ്കാരം. KCU വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളപ്പൊക്കകാലത്തും മഴ വീഴുമ്പോഴും മാത്രമെത്തുന്ന ചില പ്രത്യേക വെള്ളാനകളുണ്ടെന്ന് കർഷകർ. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിലുള്ള ഗോമേന്ദ പാടശേഖരത്തിന്റെ പുറംകൊണ്ടുയർത്താൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാവണമെന്നും കർഷകരുടെ ആവശ്യം. പാക്കേജിന്റെ കാലവും കഴിഞ്ഞു, പാടശേഖരങ്ങളിൽ മടയും വീണു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ UDF സർക്കാർ. മദ്യമില്ലാതെ എന്ത് വിനോദസഞ്ചാരം, ഒന്ന് മിനുങ്ങാനില്ലാതെ എന്ത് ഹൌസ് ബോട്ട് യാത്ര. സർക്കാരിന്റെ മദ്യനയം കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയ്ക്കുന്നതായി KTDC ഡയറക്ടർ. കോഴിക്ക് മുല വരുന്ന കാലത്ത് കർഷകർക്ക് സർക്കാർ ധനസഹായം. 2011 മുതലുള്ള കൃഷിനാശത്തിന്റെ ധനസഹായം ഇനിയും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് കുട്ടനാട് വികസന ഏജൻസി. വാർത്തകൾ വിശദമായി. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിൽ വരുന്ന ഗോമേന്ദ പാടശേഖരത്തിന് പുറംബണ്ട് ഉയർത്തണമെന്ന കർഷകരുടെ നിരന്തര ആവശ്യം ബദിരകർണങ്ങളിലാണ് പതിക്കുന്നതെന്ന് പാടശേഖര സമിതി. വർഷങ്ങളായി പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്തി നൽകണമെന്ന ആവശ്യവുമായി ഇവർ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. ചമ്പക്കുളം ഗോമേന്ദ പാടശേഖരത്തിലെ മടവീഴ്ച ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതിയുടെയും പ്രദേശവാസികളുടെയും ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ രണ്ടാം കൃഷിക്കാലത്തിന് മുമ്പും കൃഷി ഇറക്കിയ ശേഷവും ഈ ആവശ്യം ഉന്നയിച്ച് കുട്ടനാട് പാക്കേജ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കുട്ടനാട് ഡെവലപ്മെന്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കും മുഖ്യമന്ത്രിക്കും കൃഷിവകുപ്പിനും ജില്ലാ പഞ്ചായത്തിനുമൊക്കെ നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒടുക്കം മടവീഴ്ചയിൽ പതിവ് പോലെ ഉള്ളതെല്ലാം വെള്ളത്തിലായി. കുട്ടനാട്ടിലെ മറ്റു പാടശേഖരങ്ങളിലെ പോലെ ഗോമേന്തയും വെള്ളത്തിലായി. 60 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ 70 ദിവസത്തോളം വളർച്ചയെത്തിയ നെൽച്ചെടികൾ നശിച്ചു. പോരൂക്കര സെൻട്രൽ സ്കൂളും കാരക്കാട് സ്കൂളും വെള്ളത്തിലായി. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. നിരവധി ഏക്കറിലെ കരകൃഷിയും നശിച്ചു. സിവിൽ സപ്ലൈസിന്റെ നെല്ലെടുക്കുന്ന റൈസ് മില്ലിലും വെള്ളം കയറി. എല്ലാറ്റിനും ഒടുവിൽ നഷ്ടം വിലയിരുത്തി സമാശ്വസിപ്പിക്കുവാൻ വെള്ളപ്പൊക്ക പ്രളയകാലത്ത് മാത്രം കുട്ടനാട്ടിലെത്തുന്ന ചില അപൂർവ ഇനം വെള്ളാനകൾ കുട്ടനാട്ടിലുമെത്തി. കൃഷിയുടെ മൂല്യമെന്തെന്നറിയാത്ത ഈ കൂട്ടർ എങ്ങനെ കാർഷിക നഷ്ടം വിലയിരുത്താൻ? വിലയിരുത്തി പ്രഖ്യാപിക്കുന്ന നക്കാപ്പിച്ച എന്ന് കിട്ടുമെന്നും ഉറപ്പില്ല. കള്ളക്കടവും ബ്ലേഡ് പലിശയ്ക്കും കെട്ടുതാലി പണയം വെച്ചും കൃഷി ഇറക്കിയവന്റെ വിലാപം ആര് കേൾക്കാൻ? ദിവസങ്ങളോളം അധ്യയനം മുടങ്ങിയ വിദ്യാർത്ഥികൾ എന്തു ചെയ്യാൻ? ആഴ്ചകളോളം വെള്ളം കെട്ടിക്കിടന്ന് വിണ്ടുകീറിയ വീട്ടിൽ ആരെ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങും? മടവീണ പാടശേഖരത്തിലെ മടകുത്തി വെള്ളം വറ്റിച്ച കൃഷി രക്ഷപ്പെടുത്താൻ വീണ്ടും മുടക്കി ലക്ഷങ്ങൾ. ഒന്നും കിട്ടപ്പോരില്ലെന്നറിയാമെങ്കിലും തങ്ങളുടെ അധ്വാനം വെള്ളത്തിൽ ചത്തുമലക്കുന്നത് കാണുവാനുള്ള മാനസികാവസ്ഥ കർഷകർക്കില്ലാത്തതുകൊണ്ടാണ് അവർ വെള്ളം വറ്റിച്ചത്. കതിരണിഞ്ഞ കതിർത്തലപ്പുകളിൽ പാലുറയ്ക്കുന്ന പരുവത്തിലെത്തിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കൃഷിയെ രക്ഷിച്ചിട്ടും കാര്യമില്ല എന്ന് കർഷകർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് കേവലം ഗോമേന്ദ പാടശേഖരത്തിലെ മാത്രം ദുർഗതിയല്ല. കുട്ടനാട്ടിലെ എല്ലാ നെൽപ്പാടങ്ങളുടെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പാഴായ പാക്കേജിനെ പഴിപറഞ്ഞ് എല്ലാ രാഷ്ട്രീയക്കാരും തടിതപ്പുമ്പോൾ കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ മാസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 65 ഏക്കറോളം വരുന്ന കൃഷിനാശം ഉണ്ടായി. തുടർച്ചയായി എല്ലാ വർഷവും കൃഷിനാശം ഉണ്ടാകുന്ന ഒരു പാടശേഖരമാണ് ഈ കാണുന്നത്. എല്ലാ വർഷവും തുടർച്ചയായി ഇതിന്റെ 1.5 കിലോമീറ്റർ പൂർണ്ണമായും ബലക്ഷയമാണ്. ബണ്ട് പൂർണ്ണമായും ബലക്ഷയം. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ വളരെ തന്ത്രപ്രധാനമായ പാടശേഖരങ്ങളിൽ ഒന്നാണ് ഗോമേന്ദ പാടശേഖരം. അത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇതിനകത്ത് പോരൂക്കര സെൻട്രൽ സ്കൂള്, BEd കോളേജ്, SHUP സ്കൂള്, കാരകാട് LP സ്കൂള്, റോയൽ റൈസ് സിവിൽ സപ്ലൈസിന്റെ നെല്ലിന്റെ ഗോഡൌൺ വെക്കുന്ന സിവിൽ സപ്ലൈസിന്റെ തന്നെ ഗോഡൌണ്, അതുപോലെ തന്നെ 250-ൽ പരം വീടുകള്, ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള ബസ് സർവീസ്, ഇതെല്ലാം നാടിന്റെ പൊതുജീവിതവുമായി ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരു പാടശേഖരം കുട്ടനാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവം. ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു പാടശേഖരത്തെ നിരന്തരമായി മടവീഴ്ച ഉണ്ടായിട്ടും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട വിധത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നത് ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2008 ജൂലൈ 24-ന് UPA സർക്കാരിന്റെ മന്ത്രിസഭ 1840 കോടി രൂപയുടെ അടങ്കൽ തുകയ്ക്ക് അനുമതി നൽകിയ കുട്ടനാട് പാക്കേജ് അതേ UPA സർക്കാരിന്റെ കാലത്ത് നിർത്തിവെച്ചെങ്കിൽ കേരളത്തിലെ UDF സർക്കാർ ഇക്കാര്യം എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് പേലിയാനിക്കൽ ചോദിച്ചു.
ഇതിൽ ദുരൂഹതയുണ്ട്. കുട്ടനാട് പാക്കേജ് 2012 ജൂലൈയിൽ അവസാനിച്ചെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നതിനെക്കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണം. ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട പാക്കേജിൽ നടക്കുന്ന പദ്ധതികൾ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന വിവരത്തിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ലെന്നും കേന്ദ്ര കൃഷി സഹമന്ത്രി പാർലമെന്റിൽ അറിയിച്ചിരുന്നു. പാക്കേജിലെ കൃഷിവകുപ്പിന്റെ പ്രവർത്തനം 2012 നിർത്തിവച്ചതാണെന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വിശദീകരണം വാസ്തവവിരുദ്ധവും അവിശ്വസനീയവുമാണ്. ഇത് ശരിയാവണമെങ്കിൽ പാക്കേജിലെ കൃഷിവകുപ്പിന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് വേണം മറുപടി ലഭിക്കുവാൻ. എന്നാൽ കുട്ടനാട് പാക്കേജിന്റെ കാലാവധി 2012 ജൂലൈയിൽ അവസാനിച്ചു എന്നാണ് ലോക്സഭയിൽ നടന്ന ചോദ്യോത്തരങ്ങൾ വ്യക്തമാക്കുന്നതെന്നും ഫാദർ തോമസ് വെലിയാനിക്കൽ പറഞ്ഞു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അത് ഈ പ്രശ്നത്തെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു എന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ ഇതിനകത്തൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ഇത് കാർഷിക പദ്ധതി മാത്രം നിർത്തിയതേ ഉള്ളൂ, കുട്ടനാട് പാക്കേജിനെ അത് ബാധിക്കില്ലെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് കുട്ടനാട് പാക്കേജ് ഹാസ് ഓൾറെഡി എൻഡഡ് ഇൻ ജൂലൈ 2012. അപ്പം അതിനകത്ത് കാർഷിക പദ്ധതി മാത്രം അവസാനിച്ചുള്ളൂ. അതുകൊണ്ട് സാരമില്ല എന്നൊരു വന്നതുകൊണ്ട് നമ്മളതിനെ ഞാൻ എന്നെ കണക്ക് കൊടുത്തിട്ടുണ്ട്. 200 കോടി രൂപയുടെ കാർഷിക പദ്ധതിക്കാണ് 2012 മാർച്ച് വരെ കേന്ദ്രം സാങ്ഷൻഡാണ്. സ്വാമിനാഥൻ ചോദിച്ചതല്ല, സ്വാമിനാഥൻ ചോദിച്ചതും മുഴുവൻ സാങ്ഷൻ ആയില്ല. ആ 200 കോടി രൂപ ഏതൊക്കെ പദ്ധതിയിലാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ചെലവഴിച്ച് ഇപ്പോൾ 85 കോടി രൂപ യന്ത്രവൽക്കരണത്തിന് പറഞ്ഞിട്ട് 35 ചെലവഴിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓണാട്ടുകര നെൽകൃഷി വികസനത്തിന് 12 കോടി അനുവദിച്ച് 4 കോടി ചെലവഴിച്ചിട്ടുള്ളൂ. നെല്ലുവിത്ത് ഉൽപ്പാദനത്തിന് 4 കോടി 52 ലക്ഷം അനുവദിച്ചതിന് 3.37. അതും നെൽവിത്ത് ഉൽപ്പാദനത്തിനല്ല വിനിയോഗിച്ചത്. കഴിഞ്ഞ പഞ്ചായത്തിന് ഇലക്ഷന് മുമ്പ് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി മുഴുവൻ ആളുകൾക്ക് നെല്ലുവിത്ത് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ അന്ന് ഈ ഗോഡൌണും നെല്ലുവിത്ത് ഉൽപ്പാദനവും സ്ഥിരമായിട്ടുണ്ടാക്കേണ്ടത് പകുതിയോളം തീർന്നു, ചെലവഴി പകുതി മേളിൽ കഴിഞ്ഞു. നാളികേര വികസനത്തിന് 75 കോടി രൂപയാണ് അന്ന് പാക്കേജിൽ പറഞ്ഞെങ്കിലും 14 കോടിയെ സാങ്ഷൻ കേന്ദ്രം കൊടുത്തുള്ളൂ. അതിൽ 2.25 കോടി കൂടുതൽ ചെലവഴിച്ചിട്ടില്ല. ഹോർട്ടിക്കൾച്ചറിൻ്റെയും 15-23 4.7 ചെലവഴിച്ചിട്ടുള്ളൂ. കാർഷിക ഗവേഷണത്തിന് 16 കോടി രൂപയാണ് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തത്, 2 കോടി ചെലവഴിച്ചിട്ടുള്ളൂ. പിന്നെ പ്രത്യേക കാർഷിക മേഖലയ്ക്ക് സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണിന് വേണ്ടി 15 കോടി അനുവദിച്ച് തൊട്ടിട്ടില്ല. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി 3 വർഷമെങ്കിലും നീട്ടിക്കിട്ടുന്നതിനും പുനരാരംഭിക്കുന്നതിനും ശക്തമായ കർഷക സമരം ആവശ്യമാണ്. അതിനായി വ്യാഴാഴ്ച പകൽ 11 കുട്ടനാട് വികസന സമിതിയിൽ കർഷകരുടെ അടിയന്തര പൊതുയോഗം കൂടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ മദ്യനയം കൊണ്ട് ആലപ്പുഴയിലെ ടൂറിസം മേഖല വൻ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഹൌസ് ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും KTDC ഡയറക്ടറുമായ ജോണി മുക്കം പറഞ്ഞു. ആലപ്പുഴയിൽ KCU വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൌസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ എത്തുന്നവർ അല്പം മദ്യം കഴിച്ച് ആസ്വദിക്കാനും കൂടിയാണ് വരുന്നത്. സർക്കാരിന്റെ മദ്യനയം നടപ്പാക്കുന്നതോടെ ഈ അവസരം വിനോദസഞ്ചാരികൾക്ക് നഷ്ടമാകും. സർക്കാരിന്റെ മദ്യനയം പൂർണ്ണമായി നടപ്പാക്കുന്നതോടെ ആലപ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഇല്ലാതാകും. ഇതുമൂലം ടൂറിസം മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകും. ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ എങ്ങനെ വാറ്റി കുടിക്കാമെന്ന് ചർച്ച ചെയ്യുകയാണ്. മദ്യം കേരളത്തിൽ നിർത്തിയാൽ ഫലം മദ്യദുരന്തം തന്നെയായിരിക്കും. ടൂറിസം മേഖലയിൽ മദ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണെന്നും ടൂറിസം മേഖലയ്ക്ക് മാത്രമായി ബിയർ പാർലറുകൾ തുറക്കണമെന്നും ജോണി മുക്കം ആവശ്യപ്പെട്ടു. സ്പോർട്ട് മേഖലയെ പൂർണ്ണമായിട്ട് ബാധിക്കുന്നു എന്ന് വേണം പറയാം. എന്നുവെച്ചാൽ ഇവിടെ വരുന്ന വിദേശികളും സ്വദേശികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും പോലും ആലപ്പുഴ ഹൗസ് ബോട്ടുകളിൽ വന്ന് ഒന്ന് ഫാമിലി സഹിതം ഇച്ചിരി കള്ളടിച്ചു പോകുന്നവരുണ്ട്, മദ്യം അടിച്ചു പോകുന്നവരുണ്ട്. അല്ലാതെ ബാച്ചിലേഴ്സ് വരുന്നതും അവർക്ക് മദ്യം കഴിച്ച് ഒന്ന് ഉല്ലസിച്ച് പോകാൻ വേണ്ടി ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസമെങ്കിലും, ഓണാഘോഷ വേളയിലെങ്കിലും ഒരു ദിവസം മദ്യപിച്ചു പോകാൻ വേണ്ടി വരുന്നവർ, എല്ലാവരും കൂടെ ഉല്ലസിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടി പാട്ടും പാടി പോകാൻ വേണ്ടി വരുന്നവരാണ്. ഇപ്പോഴത്തെ മദ്യനയം എന്തായാലും ടൂറിസം മേഖലയ്ക്ക് വൻ തകർച്ചയിലേക്ക് നയിക്കും. കേരളത്തിൽ ഇപ്പം അന്യ രാജ്യങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് മദ്യവും ബിയറും ഒക്കെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തും മേടിച്ച് വിദേശികൾക്ക് ഇവിടെ നിന്ന് വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ എന്തും മേടിച്ച് കഴിക്കാം, ഉല്ലസിക്കാം, എല്ലാത്തിനും ഒരു നിയന്ത്രണവുമില്ല. അതേസമയം തിരിച്ച് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ടൂറിസം മേഖല നമ്മുടെ പച്ചപ്പ് കണ്ടുവന്നതാണ് നമ്മൾ. പക്ഷെ ഇന്ന് തകർച്ചയുടെ പാതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2011 മുതൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായം ഇതേവരെ നൽകിയിട്ടില്ല. 2011-ലും 13-ലും വേനൽമഴ മൂലവും 2014 രണ്ടാം കൃഷി മടവീഴ്ച നിമിത്തവും നശിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യണമെന്ന് കുട്ടനാട് വികസന ഏജൻസി ആവശ്യപ്പെട്ടു. 2011-ലെ വേനൽമഴ നിമിത്തം ഏക്കറിന് 5 കിൻഡൽ നെല്ല് മാത്രമാണ് ലഭിച്ചത്. പാട്ടച്ചിലവും കൃഷിച്ചിലവും കൂടി ഏക്കറിന് 30,000 രൂപ വരെ ചിലവാക്കിയവരുണ്ട്.
2014 പുഞ്ചകൃഷിക്ക് പാട്ടച്ചിലവും കൃഷിച്ചിലവും കൂടി ഏക്കറിന് 40,000 രൂപയോളം ചിലവായി. എന്നാൽ ലഭിച്ച നെല്ലാകട്ടെ 5 കിൻഡലിൽ താഴെയും. കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളണം. കർഷക ബാങ്കുകളിൽ നിന്നും അടിയന്തര വായ്പ ലഭിച്ചില്ലെങ്കിൽ നിലം തരിച്ചിടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. 2011 മുതൽ പുഞ്ചകൃഷി നാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി സഹായം എത്തിച്ചു കൊടുക്കുവാൻ നടപടിയെ സ്വീകരിക്കണം. 2011, 2013, 2014 രണ്ടാം കൃഷി കുട്ടനാട്ടിൽ വ്യാപകമായ മടവീഴ്ച സംഭവിച്ച കർഷകർക്ക് സർക്കാരിൽ നിന്നും അടിയന്തര സഹായം എത്തിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ അടുത്ത് വന്ന പുഞ്ചകൃഷി കർഷകർ നിലം തിരച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് കാർഷിക മേഖലയെ നിരന്തരമായി നഷ്ടം സഹിച്ചും പാഴിച്ച കടക്കണയിൽ അകപ്പെട്ട കർഷകന്റെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ ദുസ്സഹായമാണ്. കാർഷിക മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ 10 അടിയന്തര ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കുട്ടനാട് വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുവാൻ തീരുമാനമുണ്ടായി. കാർഷിക മേഖലയിൽ നെല്ലിന്റെ ഉൽപാദന ചെലവിനനുസരിച്ച് 2,500 രൂപ നിശ്ചയിക്കുക. കർഷകരുടെ പെൻഷൻ പ്രതിമാസം 1000 രൂപ നിശ്ചയിക്കുക. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അപകട മരണം സംഭവിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുക. വേനൽമഴ മൂലം കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര സഹായം നൽകുക. നെല്ലിന്റെ സംഭരണ വില ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ 2,500 രൂപയായി പുതുക്കി നിശ്ചയിക്കുക. പമ്പിംഗ് സബ്സിഡി സൌജന്യമാക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും കൃഷിവകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 36 വിഭാഗം കലാസാഹിത്യ പ്രവർത്തകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് ആലപ്പുഴ ജില്ലാ വാർഷിക സമ്മേളനം ഈ മാസം 12, 13 തീയതികളിൽ നടക്കും. എടത്വ അപ്പുകുട്ടൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. 13 രാവിലെ 10 ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തോമസ് ചാണ്ടി MLA തിരഞ്ഞെടുക്കപ്പെട്ട കലാപ്രതിഭകളെ ആദരിക്കും. കാഥികൻ നിരണൻ രാജൻ അധ്യക്ഷനാകും. കേരള സംഗീത നാടക അക്കാദമി അംഗവും സവാക് സംസ്ഥാന അധ്യക്ഷനുമായ മോഹൻജി വെൺപുഴശ്ശേരി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു, പഞ്ചായത്ത് അംഗം ശ്യാമള രാജൻ എന്നിവർ സംസാരിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി 13 രാവിലെ 9 എടത്തുവ ടൌൺ ചുറ്റി സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ക്ഷേമത്തിനും അവരുടെ സാമൂഹ്യമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനു വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകമായ സമ്മേളനമാണ് എടത്വയിൽ വെച്ചിട്ട് ഈ 12, 13 തീയതികളിൽ നടത്തുന്നത്. അപ്പോൾ വളരെ ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ അന്ന് ആ പരിപാടിയോട് ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കലാരംഗത്ത് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. പക്ഷെ 12-ാം തീയതി വളരെ പുതുമയാർന്നിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട്. തകഴി സ്മാരകം മുതൽ വയലാർ വരെയുള്ള സ്ഥലത്തൂടെയുള്ള ഒരു സ്മൃതി മണ്ഡപങ്ങളിലൂടെയുള്ള യാത്ര എന്ന പരിപാടിയാണ് നടത്തുന്നത്. തകഴിയുടെയും കുഞ്ചൻ നമ്പ്യാരിൻ്റെയും അതുപോലെ തന്നെ ആശാൻ സ്മാരകവും വയലാറിൻ്റെ സ്മാരകവും ഇരയിമൻ തമ്പിയുടെ സ്മാരകവും അത്ര പ്രശസ്തരല്ലാത്ത ധാരാളം മറ്റാളുകളുടെ സ്മാരകങ്ങളിലൂടെയും ഒക്കെ തന്നെ കടന്നു പോകുന്ന യാത്ര മൺമറഞ്ഞു പോയ കലാകാരന്മാരോടുള്ള വലിയ ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ വലിയ ഒരു ചർച്ചയ്ക്ക് അത് വിധേയമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ 2 പരിപാടികൾ ഞങ്ങൾ ഇത് ചെയ്യുന്നു. സവാക് ഭാരവാഹികളായ നെടുമുടി അശോക് കുമാർ, സുദർശൻ വർണം, പുന്നപ്ര അലിയാർ, നിരണം രാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം ഈ മാസം 12 മങ്കൊമ്പ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കോട്ടയം ജില്ലയിലെ കുറിച്ചി പഞ്ചായത്തിൽ വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം. കുറിച്ചി സജീവോത്തമപുരം കോളനിയിൽ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തിയോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. കോളനി അസോസിയേഷൻ നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം. പായിപ്പാട് ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ജേതാവായി. വഞ്ചിപ്പാട്ടിന്റെയും ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ സാക്ഷിയാക്കി കാരിച്ചാൽ ചുണ്ടൻ പായിപ്പാട് ജലോത്സവത്തിൽ ഒന്നാമതെത്തി. ആനാരി വള്ളം സമിതിയുടെ ആനാരി ചുണ്ടന്റെ ഹാട്രിക് തകർത്താണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാരിച്ചാൽ ജേതാവായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാർ ഉണ്ണിത്താൻ അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് സുവനീർ പ്രകാശനം ചെയ്തു. എയർ മാർഷൽ കനകരാജ്, RK കുറുപ്പ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി, പ്രൊഫസർ P രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോറിക്ഷ, ടാക്സി നിരക്കുകൾ പുനർനിർണ്ണയിക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച വ്യാഴാഴ്ച തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുന്നു. ഈ മാസം 25 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുവാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 1, 2 തീയതികളിൽ സംസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചക്രസ്തംഭന സമരത്തിന്റെ മുഖ്യ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഓട്ടോ ടാക്സി നിരക്കുകൾ ശാസ്ത്രീയവും കാലോചിതവുമായി പുനർനിർണ്ണയിക്കണമെന്നത്. ജൂൺ 27-ന് മുഖ്യമന്ത്രി, ധനമന്ത്രി, ഗതാഗത മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ 31-നകം നിരക്ക് പുനർനിർണ്ണയിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പെട്രോളിയം, ഇൻഷുറൻസ് പ്രീമിയം, ടാക്സ് എന്നിവയുടെ വർധനവും നടത്തിപ്പ് ചെലവും നിമിത്തം തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. ഓട്ടോ ടാക്സി തൊഴിലാളികളോട് സർക്കാർ കാട്ടുന്ന അനാസ്ഥയിലും തൊഴിലാളി വിരുദ്ധ നടപടിയിലും പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നതെന്ന് സംയുക്ത സമരസമിതിക്ക് വേണ്ടി മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ഹരിദാസ് പറഞ്ഞു. ഡീസലിന്റെ അന്യായമായ വിലവർദ്ധനവിലും പിന്നെ ഇൻഷുറൻസ് കൂട്ടിയതിലും റോഡ് മെയിൻ്റെനൻസ് ഒന്നും നടക്കാത്തതിലും പ്രതിഷേധിച്ചാണ്. പിന്നെ ഈ ഭരണവർഗത്തോട് ഞങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനും ഇവരോടുള്ള വിശ്വാസം മുഴുവനായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. റോഡുകളുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ, ഒരു രോഗിയുമായി വണ്ടാന ആശുപത്രി വരെ പോകേണ്ട അവസ്ഥ പോലും, ആലപ്പുഴയുടെ ഗതാഗത കുരുക്കും ഒരു പരിധിവരെ ഇതാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാലങ്ങളായി ഇപ്പോൾ ഇത് വണ്ടിയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ചാർജ് നിരക്ക് കൂടി വർദ്ധിപ്പിച്ചു തരണമെന്നും, കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ് കൂടുന്നു. റോഡിലെ കുഴികളിലൊക്കെ വീണ് വണ്ടികൾ വളരെ കേടുപാടുകൾ സംഭവിക്കുന്നു, ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു. 2 വീലേഴ്സ് എല്ലാം വെട്ടിച്ച് കയറുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസ് കൂടുകയാണ്. അതനുസരിച്ചുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഈ ടാക്സി പ്രസ്ഥാനത്തിലുള്ള ഒരു തൊഴിലാളികൾക്ക് ലഭിക്കാത്തതിൽ
പ്രതിഷേധിച്ചുകൊണ്ടാണ്. CITU, INTUC, BMS, AITUC, STU, HMS തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം വ്യാഴാഴ്ച നടക്കും. ചുണ്ടൻ വള്ളങ്ങളടക്കം 45 പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2:30 മാന്നാറാറ്റിൽ നടക്കുന്ന ജലോത്സവം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP പതാക ഉയർത്തും. ആന്റോ ആന്റണി MP ജലോത്സവ ഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഇന്ത്യൻ നേവിയുടെ വൈസ് അഡ്മിറൽ ചീമ മുഖ്യ അതിഥിയാകും. PC വിഷ്ണുനാഥ് MLA, മാത്യു T. തോമസ് MLA, മാന്നാർ അബ്ദുൾ ലത്തീഫ്, TK ഷാജഹാൻ എന്നിവർ സംസാരിക്കും. രമേശ് ചെന്നിത്തല സമ്മാനദാനം നിർവഹിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സല്യൂട്ട് സ്വീകരിക്കും. 8 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രശസ്തങ്ങളായ 45 പരം കളിവള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും. എല്ലാ വെപ്പ് വള്ളങ്ങളും ഈ തവണ ഈ ജലമേളയിൽ മാറ്റിവെക്കാൻ എത്തുന്നുണ്ട്. കമ്പനി വള്ളവും ബാക്കിയുള്ള ചെല്ലിക്കാടിന് അങ്ങനെയുള്ള വള്ളങ്ങളും ഈ മത്സരത്തിൽ ഇത്തവണ എത്തുന്നുണ്ട്. വനിതകൾ തുഴയുന്ന പ്രത്യേക മത്സരവും ഈ ജലമേളയിൽ ഇത്തവണ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ 25 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പവലിയൻ്റെ ഉദ്ഘാടനം ബഹുമാന്യപ്പെട്ട രാജ്യസഭാ ചെയർമാൻ അദ്ദേഹം ഇത്തവണ 2 മണിക്ക് നിർവഹിക്കും. ഈ ജലമേളയ്ക്ക് മാത്രമാണ് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഈ വ്യോമാഭ്യാസ പ്രകടനം നടന്നിട്ടുള്ളത്. ഇത്തവണയും അത് ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് N. ശൈലാജ്, സോണി പരിമല എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പായിപ്പാട് കവലയിൽ TA ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന 2 ടിപ്പർ ലോറികൾ സാമൂഹ്യവിരുദ്ധർ തല്ലി തകർത്തു. പായിപ്പാട് സ്വദേശി സിറാജിന്റെ ഉടമസ്ഥതയിലുള്ള ലോറികളാണ് തകർത്തത്. തിരുവോണനാളിൽ രാത്രി 11 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത്. ടിപ്പർ ലോറികളുടെ മുൻവശത്തെ ഗ്ലാസും സൈഡ് ഗ്ലാസും വൈപ്പറുകളുമാണ് അക്രമികൾ നശിപ്പിച്ചത്. ഏകദേശം 40,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വാഹന ഉടമ പറഞ്ഞു. 6 മാസം മുമ്പ് ഇതിന് സമാനമായ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. തൃക്കിടത്താനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ലോറി ഉടമ ചങ്ങനാശ്ശേരി DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ചാത്തങ്കരി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷവും 12ാമത് വാർഷികവും നടന്നു. ബുധനാഴ്ച നടന്ന വാർഷിക സമ്മേളനം പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാം ഈപ്പൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല ചെറുപ്പക്കാരായ ആളുകൾ ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നിന്നുകൊണ്ട് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അവരിലൊക്കെ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ ഇന്നത്തെ കൂട്ടായ്മ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഓരോ ദിവസവും കേൾക്കുന്നതായിട്ടുള്ള വായിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വളരെ ലഭിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ നമ്മൾ ഈ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നല്ല ഒരു ഓണം പഴയകാല ഓർമ്മകൾ നമ്മൾ അയവെക്കുമ്പോൾ കലവുമില്ല, ചെലവുമില്ല, എല്ലോടുമില്ല, മനുഷ്യരെല്ലാം ഒന്നായി കാണുന്ന ഒരു നല്ല നാളെ പറ്റിയാണ് നമ്മൾ എപ്പോഴും ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കൂട്ടായ്മകൾക്കിടെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പുസ്തകങ്ങൾക്കൊക്കെ നമ്മൾ അയവെക്കുന്നത്. പൊതുസമ്മേളനം ഈപ്പൻ കുര്യനും നിർവഹിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡും സമ്മാനദാന വിതരണവും അഡ്വക്കേറ്റ് രാജേഷ് ചാത്തങ്കരി നിർവഹിച്ചു. സനൂപ് കുമാർ, MC ചാണ്ടി, രാധാമണി മോഹൻദാസ്, ബിന്ദു ജോൺ, ഷിജോസി ഷിബു എന്നിവർ സംസാരിച്ചു. വേഴപ്ര ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനോദ്ഘാടനവും ഓണാഘോഷവും നടന്നു. വേഴപ്ര പെരുമാനൂർ പുരയിടത്തിൽ നടന്ന പരിപാടി രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പ്രസിഡന്റ് VN രാജൻ അധ്യക്ഷനായി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. NSS ചതുർത്ഥ്യാഗരി കരയോഗത്തിന്റെ 67ാമത് വാർഷിക പൊതുയോഗവും ശ്രീശക്തി വനിതാ സമാജം വാർഷികവും നടന്നു. ബുധനാഴ്ച രാവിലെ നടന്ന ശതാബ്ദി സമ്മേളനം കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ശ്രീശക്തി വനിതാ സമാജം വാർഷിക യോഗം യൂണിയൻ കമ്മിറ്റി അംഗവും ക്ഷേമകേന്ദ്രം സെക്രട്ടറിയുമായ P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നായർ സർവീസ് സൊസൈറ്റിയുടെ 100 വർഷത്തെ ചരിത്രം 100 വർഷം പൂർത്തിയായതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളിലെ കരയോഗ തലത്തിലുള്ള ശതാബ്ദി സമ്മേളനമാണ് നടന്നത്. അപ്പൊ ശതാബ്ദിയെ കുറിച്ച്, നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ചും അതിൽ കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും വനിതാ സമാജങ്ങളും മറ്റു പോഷക സംഘടനകളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും വളരെ സവിസ്തരം അദ്ദേഹം പ്രതിപാദിച്ച് കാണാം.
വനിതാ സമാജം പ്രസിഡന്റ് ജയശ്രീ അനുശ്രീ അധ്യക്ഷയായ യോഗത്തിൽ വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീദേവി രാജു മുഖ്യ പ്രഭാഷണം നടത്തി. ചന്ദ്രികാദാസ്, സുമി ലക്ഷ്മിപുരം, മിനി കളത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇനി ചരമവാർത്തകൾ. മുട്ടാർ കാഞ്ഞിരപ്പള്ളി വീട്ടിൽ വർഗീസ് ചാക്കോ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10 തലവടി സെന്റ് ജോർജ് മർത്തമ്മ ദേവാലയ സിമിത്തേരി. എടത്വ കോയൽമുക്ക് കറുകയിൽ ചാക്കോ ഔസഫ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 എടത്വ സെന്റ് ജോർജ് ഫെറാന ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളപ്പൊക്കക്കാലത്തും മഴ വീഴുമ്പോഴും മാത്രമെത്തുന്ന ചില പ്രത്യേക വെള്ളാനകളുണ്ടെന്ന് കർഷകർ. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിലുള്ള ഗോമേന്ദ പാടശേഖരത്തിന്റെ പുറംകൊണ്ട് ഉയർത്താൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാവണമെന്നും കർഷകരുടെ ആവശ്യം. പാക്കേജിന്റെ കാലവും കഴിഞ്ഞു, പാടശേഖരങ്ങളിൽ മടയും വീണു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ UDF സർക്കാർ. മദ്യമില്ലാതെ എന്ത് വിനോദസഞ്ചാരം, ഒന്ന് മിനുങ്ങാനില്ലാതെ എന്ത് ഹൌസ് ബോട്ട് യാത്ര. സർക്കാരിന്റെ മദ്യനയം കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയ്ക്കുന്നതായി KTDC ഡയറക്ടർ. കോഴിക്ക് മുല വരുന്ന കാലത്ത് കർഷകർക്ക് സർക്കാർ ധനസഹായം. 2011 മുതലുള്ള കൃഷിനാശത്തിന്റെ ധനസഹായം ഇനിയും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് കുട്ടനാട് വികസന ഏജൻസി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.